നമുക്കിന്ന് ഉലുവയില ചേർത്തിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. നല്ല ഗോതമ്പ് പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ കടലമാവാണ് ഇട്ടത്. അപ്പോൾ നമുക്ക് ഈ ഉലുവയിലൊന്നും അങ്ങനെ കിട്ടാറില്ല. അപ്പോൾ ഇന്നലെ യാദൃശ്ചികമായിട്ട് ഇത് കിട്ടിയതാ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂണ് മുളക് പൊടി, പിന്നെ അത്രയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം ആദ്യം. ഇതിലേക്ക് പക്ഷേ ഞാൻ കണ്ട റെസിപ്പിയിലൊക്കെ മറ്റേ എന്തിട്ടാണ് അയമോദകം ഒരു നുള്ളി ചേർക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ അയമോദകം ഇല്ല ഇപ്പോൾ, അതുകൊണ്ട് നമ്മളത് ചേർക്കണില്ല കേട്ടോ. പിന്നെ ഇതേ ഉലുവേല അരിഞ്ഞത് കഴുകി വൃത്തിയാക്കിയതിൻ്റെ ഇല മാത്രം നുള്ളെടുത്തിട്ട് അരിഞ്ഞതാട്ടോ. പിന്നെ ഒരു സ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞതും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് റീഫൈൻഡ് ഓയിൽ ചേർക്കാം. കുഴയ്ക്കുമ്പോൾ ഇതിലേക്ക് ഇത്തിരി എണ്ണ വേണം, ഓയിൽ വേണം, എന്നാലാണ് ഇത് നന്നായിരിക്കുക. നമ്മൾ റൈസ് ബ്രാൻ ഓയിലാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇതിന് നമുക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്കിത് നന്നായി കുഴച്ചെടുക്കാം. അത് കുഴച്ചെടുത്തിട്ട് കാണാം. ഇനി നന്നായി കുഴച്ചെടുക്കട്ടെ. നന്നായിട്ട് കുഴച്ച് നമ്മളൊരു സ്വല്പം കൂടി കയ്യുമ്മൽ ഇത്തിരി ഓയിൽ തടവിട്ടോ. നമ്മൾ RCMൻ്റെ റൈസ് ബ്രാൻ ഓയിലാണ് യൂസ് ചെയ്യാറ്. അത് വലിയ കുഴപ്പമില്ല, നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി കുഴച്ച് വെച്ചതേ അതുപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതവിടെ ഇരിക്കട്ടെ. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാം. മൂടി വയ്ക്കാം. സ്പെഷ്യൽ ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുഴുവൻ മല്ലി, പിന്നെ ചെറിയ ജീരകവും വലിയ ജീരകവും ഓരോ സ്പൂൺ വെച്ചിട്ട്, പിന്നെ അതിലേക്ക് കുരുമുളക്, മുഴുവൻ കുരുമുളകാണ് ചേർക്കേണ്ടത്. പക്ഷെ നമ്മുടെ അടുത്ത് പൊടിയാണുള്ളത്. കുരുമുളക് മുഴുവൻ ഉണ്ടായിരുന്നത് കുരുമുളകൊക്കെ പൊടിച്ച് വെച്ചു. അപ്പോൾ അതുകൊണ്ട് മുഴുവൻ കുരുമുളക് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൊടി ചേർത്തു. ആ ചെറിയ ചൂട്ടോടെ തന്നെ 2 സ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്തു. ഇനി ഇതൊന്ന് നന്നായി പൊടിച്ചെടുക്കാം. അത്യാവശ്യം നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ പൊടികൾ ഇതുപോലെ പൊടിഞ്ഞിട്ടുണ്ട്, വലിയ കുഴപ്പമില്ലാണ്ട് പൊടിഞ്ഞിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്തു. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി കുഴച്ച് വയ്ക്കുക. ഈ ചെറിയ ജീരകമൊക്കെ കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണം കേട്ടോ. അതിന് കുരുമുളകും ചെറിയ ജീരകവും മല്ലി, അപ്പോൾ ഈ മിക്സിയുടെ ജാറിലൊക്കെ ഉള്ള പൊടികളൊക്കെ മുഴുവനായിട്ട് നമുക്ക് ഇതിലേക്ക് ഇടാം. ഇതിലേക്കുള്ളത് മാത്രമേ ഉള്ളൂ, ബാക്കി ഉണ്ടാവില്ല. അതെ, കുറച്ചളവിൽ നമ്മൾ പിടിച്ചിട്ടുള്ളൂ. എല്ലാം കൂടി നന്നായിട്ട് കുഴച്ച് വയ്ക്കുക. നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ വേണം. നമ്മളിതിൽ വേറെ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കണില്ല കേട്ടോ. അങ്ങനത്തെ ഒരു സ്പെഷ്യൽ കറിയാന്ന് പറഞ്ഞല്ലോ. മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കാത്ത ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണത്. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ടൊരു പാത്രം വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു ശരിക്കും ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ കറി തന്നെയാണ് കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞാൽ നാടൻ കോഴിയിലാണ് ഇത് പണ്ട് ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടുള്ളത്. നാടൻ ചിക്കനിൽ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ള സംഭവമാണിത്. നമുക്കിപ്പോൾ നാടൻ ചിക്കൻ കിട്ടാനായിട്ട് ഇപ്പോൾ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ഇതിലുണ്ടാക്കി കാണിക്കണമെന്ന് മാത്രം. പക്ഷേ ടേസ്റ്റ് സൂപ്പറാണ്. നമുക്ക് പ്രത്യേകിച്ച് ഈ കർക്കിടക മാസ സമയത്തൊക്കെ കഴിക്കേണ്ട ഒരു ടൈപ്പ് കറി തന്നെയാണ്. നമുക്കതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. ഒരു 1.5 സവോള കേട്ടോ. 2 സവോള എടുത്ത് വെച്ചത്. അപ്പോൾ നോക്കുമ്പോൾ വലിയ സവോളയായിരുന്നു. അപ്പോൾ അരിഞ്ഞ് വന്നപ്പോൾ അത്യാവശ്യം ഉണ്ട്. അപ്പോൾ 1.5 എണ്ണാക്കി. അപ്പോൾ അത് മതി. അതും കൂടി ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി വഴണ്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഉപ്പ് ചേർക്കുക.
കുറച്ച് ഉപ്പ് ചേർക്കാം. ഒന്ന് വാടി വെക്കാം, നന്നായിട്ട് വാടി വെക്കാം. അപ്പോൾ നമ്മുടെ സവാള ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഈ ഒരു തക്കാളി അരിഞ്ഞതും ഒരു 4 പച്ചമുളകും, നമ്മളിത് ചുമന്ന മുളക് ചേർക്കണില്ല എന്ന് പറഞ്ഞോളൂ, 4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. നന്നായി വഴറ്റി കൊടുക്കാം. തക്കാളിക്ക് നന്നായിട്ട് ഒന്ന് വെന്ത് വരട്ടെ. ഒരു മുറി നാളികേരമാണ് കേട്ടത്. അത് നമ്മൾ നന്നായി അടിച്ച് 2 പാലായിട്ട് എടുത്ത് വയ്ക്കട്ടെ. നമ്മൾ പാല് പിഴിഞ്ഞ് 2 തരം, ഇത് 1-ാം പാല്, ഇത് 2-ാം പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ നമുക്ക് ഈ തക്കാളി സവോള വഴറ്റിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഏകദേശം 1/2 മണിക്കൂറായിട്ടുണ്ട്. നമുക്കത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. 2 മിനിറ്റ് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത പാത്രത്തിൽ നമ്മുടെ ഈ പൊടികളും മസാലയൊക്കെ കുറച്ചുണ്ടല്ലോ, അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് ചുറ്റിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ നമ്മൾ 2-ാം പാലാട്ടോ ഒഴിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള 2-ാം പാലും കൂടി ഒരു മുറി തേങ്ങയുടെ പാല് നമുക്ക് ഓരോരുത്തർക്ക് എത്ര ഗ്രേവി വേണം അതനുസരിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനെ ഡ്രൈ ആയിട്ട് വരട്ടിയെടുക്കേണ്ട ആൾക്കാർക്ക് അങ്ങനെയും ചെയ്യാം. എപ്പോഴും നല്ല ടേസ്റ്റാണ്. ഇത് തേങ്ങാപ്പാലിൽ കിടന്ന് വേവണോണ്ട് തന്നെ ഈ ചിക്കൻ നല്ല സോഫ്റ്റ് ആവും ചെയ്യും, നല്ല ടേസ്റ്റും ആവും. അത് കിടന്ന് തിളച്ചൊന്ന് സെറ്റായിട്ട് വരട്ടെ. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതുകൊണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായി തിളക്കട്ടെ. മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ച് അവിടെ ഇരുന്നിട്ട് വേവട്ടെ, നന്നായി വെന്ത് വരട്ടെ. ചിക്കൻ ഏകദേശം ഒരു 3/4 വേവായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1-ാം പാൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നല്ല ക്രീമി ആയിട്ടുള്ള കറിയാണിത്. ഇത് ഒഴിച്ച വഴിക്ക് എടുക്കൊന്നുമില്ല. ഇത് വെന്ത് ഈ പാലിൻ്റെ ഒരു ഇതൊക്കെ ഈ ഇറച്ചി ചിക്കനിലൊക്കെ പിടിച്ച് നല്ലോണം സെറ്റായതിന് ശേഷം ഇനി എടുക്കുള്ളൂ. ഇനി കുറച്ച് നേരം കൂടി വേവണം. ഒരു 10 മിനിറ്റ് കൂടി കിടക്കട്ടെ. അതിന് ശേഷം നമ്മൾ ഓഫ് ചെയ്യുള്ളൂ. തിളക്കട്ടെ, നന്നായി തിളക്കട്ടെ. മേത്തി ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ നമുക്ക് ആവശ്യത്തിന് വലിപ്പം അനുസരിച്ച് നമുക്കത് ഉരുട്ടി ചപ്പാത്തി പരത്തിയെടുക്കാം. ഇത്ര കൂടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഒരു ചെറുനാരങ്ങയേക്കാളും സ്വല്പം കൂടി വലിപ്പം കൂടുതലാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ പൊടിയിട്ടിട്ട് തന്നെയാണ് കേട്ടോ പരത്തുന്നത്. നമ്മുടെ കയ്യിൽ പ്രസ് നമ്മളങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ നന്നായി പരത്തിയെടുക്കാം. അപ്പോൾ ഇത് പരത്തി കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. പരത്താൻ ബുദ്ധിമുട്ടൊന്നുമില്ല, അത്യാവശ്യം നന്നായിട്ട് തന്നെ പരത്താൻ പറ്റുന്നുണ്ട്. അത് ഷേപ്പ് സ്ക്വയർ വേണമെങ്കിൽ സ്ക്വയറായിട്ടൊക്കെ പരത്താം. അപ്പം വട്ടത്തിൽ തന്നെ പരത്തണത് കണ്ട. കുറച്ചും കൂടി കനം കുറയ്ക്കാം. ഈ ഇലയ്ക്കുള്ള കാരണം ചിലപ്പോൾ ഇങ്ങനെ ചെറിയൊരു ഹോൾസ് പരത്തുമ്പോഴേ കനം കുറയ്ക്കുമ്പോൾ ഇത്തിരി ഇങ്ങനെ പൊട്ടണ പോലെയൊക്കെ വരും. അതൊന്നും കുഴപ്പമില്ല. അതെ കണ്ട, നല്ല സൂപ്പറായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പരത്തിയെടുക്കട്ടെ. സ്പെഷ്യൽ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് അതിലേക്ക് കുറച്ചൊരു കുരുമുളക് പൊടി, നമ്മൾ വേറെ ഇതിലേക്ക് എരിവോ ഒന്നും ചേർത്തിട്ടില്ല. ഈ കുരുമുളക് പൊടിയുടെയും ആ ഇട്ട 4 പച്ചമുളകിൻ്റെയും എരിവ് മാത്രമേ ഉള്ളൂ കേട്ടോ അതിൽ. ആ കറിയുടെ ഒരു ഇത് കണ്ട, ആ നാളികേരപ്പാലിൻ്റെ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളത്. കഴിച്ച് നോക്കുമ്പോൾ ഇത് പറയണ മാതിരിയല്ല, അതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു ചിക്കൻ കറി. നമ്മളെപ്പോഴും ഒരുപാട് മസാല ചേർത്തിട്ട്
കറി ഉണ്ടാക്കുന്ന ആൾക്കാർ ചിലപ്പോൾ അവർക്ക് അങ്ങനെ ഇഷ്ടമുള്ളതുകൊണ്ടാണ്. നമുക്കൊന്നും ഇടയ്ക്ക് അങ്ങനെ ഒരു ടേസ്റ്റ് വേറെ കഴിക്കാൻ ആൾക്കാർ ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇതൊന്നും തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ടേസ്റ്റ് തന്നെയാണ്. കണ്ടോ, അത്രയ്ക്ക് നല്ല ടേസ്റ്റുള്ള കറി കേട്ടോ, അടിപൊളി കറി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. ഇനി നമ്മൾ നമ്മുടെ മേത്തി ചപ്പാത്തി, മേത്തി പറാത്ത എന്ന് പറയാം, അതുണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ നല്ല ക്ലീനായിട്ടൊക്കെ പരത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചുട്ടെടുക്കാം. മറിച്ചിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് എണ്ണ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. വേണ്ട ആൾക്കാർക്ക് പറ്റിയാൽ മതി കേട്ടോ. ശരിക്കും ഇതിൻ്റെ റെസിപ്പിയിൽ ഈ ഓയിൽ കുറച്ചൊന്ന് ബ്രഷ് ചെയ്യണം, നന്നായിരിക്കട്ടെ. നന്നായി അങ്ങനെ ചുട്ടെടുക്കാം. നമ്മുടെ ചപ്പാത്തി ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കങ്ങനെ ഇതുപോലെ എല്ലാതും ചുട്ടെടുക്കാം. നമ്മളിവിടെ പരത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ അളവിൽ ഒരു 11 ചപ്പാത്തിയാണ് കിട്ടിയത്. നമ്മളിതെല്ലാം ചുട്ടെടുക്കട്ടെ കേട്ടോ. നമ്മളൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. വേണ്ടോ, നമ്മുടെ ചപ്പാത്തി ഉണ്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ. അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. നമുക്ക് കഴിക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ, ഇതിനൊരുപാട് ഗ്രേവി വേണമെന്നൊന്നുമില്ല കേട്ടോ ഈ ചപ്പാത്തി കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ, എനിക്ക് അതൊരു സൂപ്പർ സൈഡ് ഡിഷും കൂടി ഉണ്ട്. ഇത് ഇതിലേക്ക് നല്ല കോമ്പിനേഷനാണ്. ഇതുപോലെ കഴിക്കാത്ത ആൾക്കാർ ഇത് ചേർത്തൊന്ന് കഴിച്ചു നോക്കി നോക്കുക, അടിപൊളിയാണ്. ഈ ചപ്പാത്തി തന്നെയായാലും നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം.